നമ്മുടെ നിലമ്പൂർ PV അൻവർ വീണ്ടും ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ അദ്ദേഹം ഞെട്ടിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. 3-4 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒറ്റയടിക്ക്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നില്ല. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം കൽക്കട്ടയിൽ ചെന്ന് മമതാ ബാനർജിയെ കണ്ട് അവരുടെ പക്കൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം UDF പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടെ UDF വളരെ ആത്മഹർഷത്തിലാണ്. അൻവറിന്റെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉറപ്പാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതും പോരാഞ്ഞിട്ട് അദ്ദേഹം നിലമ്പൂരിൽ ഇനി അവിടെ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പകരം കോൺഗ്രസ്സുകാർ കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെയും നിശ്ചയിച്ചിട്ടുണ്ട്, VS ജോയ്. മറ്റൊന്ന്, അദ്ദേഹം വളരെ മുമ്പ് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് നമ്മുടെ VD സതീശനെതിരായിട്ട് ഒരു വലിയ കടാകടിയൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അത് അദ്ദേഹം പിൻവലിച്ചു. എന്നിട്ട് നിരുപാധികം സതീശനോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഇത്രയും സംഭവ വികാസങ്ങളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇവിടെ നടന്നിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു, തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കമാണ്. ഇപ്പൊ PV അൻവർ എന്നെ കൂടെ UDF എടുക്കണേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ UDF അത് മൈൻഡ് ചെയ്യുന്നു വരത്തില്ല, ശ്രദ്ധിക്കത്ത് പോലുമില്ല. PV അൻവറിനെ UDF കൊണ്ടുവന്നിട്ട് എന്താണ് കാര്യം? പക്ഷേ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു. തൃണമൂൽ കോൺഗ്രസ് ബംഗാള് ഭരിക്കുന്ന പാർട്ടിയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ്. 29 അംഗങ്ങൾ അവർക്ക് ലോക്സഭയിലുണ്ട്. അത്തരത്തിലൊരു പാർട്ടിയാണ്. ആ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഞങ്ങളെ കൂടെ UDF ഒരു ഘടക കക്ഷിയായി എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ UDF ഒറ്റയടിക്ക് നോന്ന് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ആ പാർട്ടി ഇവിടെ ഇല്ല. 10 പേര് പോലും തൃണമൂൽ കോൺഗ്രസ്സുകാർ കേരളത്തിലില്ല. അതൊക്കെ സത്യമാണ്. പക്ഷെ അൻവറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം കോർഡിനേറ്ററായിട്ട് അല്ലെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇവിടെ ഒരു പാർട്ടി രൂപവൽക്കരിക്കപ്പെടുകയും ആ പാർട്ടി ഘടക കക്ഷിയായിട്ട് ഞങ്ങളെ സ്വീകരിക്കണമെന്ന് UDF അഭ്യർത്ഥിക്കുകയും ചെയ്താൽ, പറഞ്ഞല്ലോ, അപ്പോ UDF അത് തള്ളിക്കളയാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു എന്നുള്ളതാണ്. അതും ബുദ്ധിപൂർവമായ ഒന്നാണ്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലല്ലോ. ചേരുകയാണെങ്കിൽ ചേരണം, ആ പാർട്ടിയുടെ അംഗത്വം എടുക്കണം. അതിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, അൻവറിന്റെ നിയമസഭാംഗത്വം റദ്ദാകും. ഇനി നിയമസഭാംഗത്വം രാജിവെക്കാതെ തൽക്കാലത്തേക്ക് TMCയിൽ ചേരാതെ അങ്ങനെ ഒരു ഞാണിന്മേൽ കളി നടത്തുന്നതിന് തീരുമാനിക്കുന്നതിനേക്കാൾ ബുദ്ധിപൂർവ്വം അദ്ദേഹം രാജിവെക്കുന്നതാ. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം 1 വർഷം കാലാവധി ബാക്കിയുണ്ടെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ 1 വർഷം കൂടെ ബാക്കിയുണ്ടെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ചട്ടം. അപ്പോൾ അദ്ദേഹം ഇതിലൂടെ സാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോ കഴിഞ്ഞ 2 ടേമുകളിൽ കോൺഗ്രസ് തോറ്റ ഒരു മണ്ഡലമാണ്. ആര്യാടൻ മുഹമ്മദിന്റെ സ്ഥിരം മണ്ഡലമായിരുന്നു. അവിടെ കഴിഞ്ഞ 2 തവണ അൻവറാണ്. അപ്പോ അവിടെ അദ്ദേഹം മത്സരിക്കുന്നുമില്ല. അപ്പൊ അവിടെ ആ ഒരു സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ UDF കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവിടെ അൻവറിന്റെ പിന്തുണ ആവശ്യമായി വരും. അതാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് അവസരം ഒരുക്കുന്നതിലൂടെ നമ്മുടെ അൻവർ ലക്ഷ്യമിടുന്ന ഒരു കാര്യം. അപ്പൊ അൻവറിനെ സ്വീകരിക്കാൻ UDF കോൺഗ്രസ് നിർബന്ധിതമാകും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതില് LDF തോൽപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് വലിയ നേട്ടമായിരിക്കും. അത് UDF പൊതുവെ ആവേശം വർദ്ധിപ്പിക്കും, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കും. അത് മാത്രമല്ല LDF അതിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. അങ്ങനെ
ഈ രണ്ട് തീരുമാനങ്ങളിലൂടെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിലൂടെ ഒരു UDFന്റെ ഘടകകക്ഷിയായിട്ട് മാറാൻ പറ്റണം. അതുപോലെ തന്നെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവസരം ഒരുക്കുന്നതിലൂടെ അവിടെ UDFന്റെ പിന്തുണ അൻവറിന് നേടാൻ സാധിക്കണം. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. തൃണമൂൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാന സഖ്യകക്ഷിയാണ്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ അവർ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ തന്നെയാണ്. അപ്പൊ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രബല ശക്തി ആവശ്യപ്പെട്ടാൽ UDFന് ആ കക്ഷിയെ എടുക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൂടെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അൻവർ വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, അദ്ദേഹം UDFന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. നമുക്കപ്പോൾ ചോദിക്കാം, തൃണമൂൽ കോൺഗ്രസ് UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അതിന്റെ തീരുമാനം ആരെ എടുക്കേണ്ടത്? അത് തൃണമൂൽ കോൺഗ്രസ് അല്ലേ? അദ്ദേഹം ഇതിൽ ചേർന്നിട്ട് പോലുമില്ല, ചേരാൻ പോകുന്നതേ ഉള്ളൂ, ചേരുന്നതായി പ്രഖ്യാപിച്ചതേ ഉള്ളൂ. പക്ഷെ തൃണമൂൽ അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കുകയോ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നതായിട്ട് അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പിന്തുണയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതോടൊപ്പം അദ്ദേഹം മറ്റൊരു ധൈര്യം കൂടെ കാണിച്ചിട്ടുണ്ട്. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് വരും, അവിടെ അദ്ദേഹം മത്സരിക്കുന്നില്ല. അദ്ദേഹം മത്സരിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല. അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണല്ലോ നിലമ്പൂരിൽ മത്സരിക്കുക. അപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കൂടി അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. VS ജോയി, കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ്, KSUന്റെ ഒക്കെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ്. ഇപ്പൊ DCC പ്രസിഡന്റാണ്, നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ PV അൻവർ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അത് PV അൻവറിന് എങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ PV അൻവർ തീരുമാനിക്കുക, പ്രഖ്യാപിക്കുക. അദ്ദേഹം അതിന് ചില ന്യായങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം കാട്ടുമൃഗങ്ങളിൽ നിന്ന് കർഷകര്, അതായത് വനാതിർത്തിയിൽ കൃഷി ചെയ്യുന്ന താമസിക്കുന്ന കർഷകർ നേരിടുന്ന ആ പ്രശ്നങ്ങളാണ്. അതൊരു പ്രശ്നമാണ് അല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം കാണുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി പ്രശ്നം എന്ന് പറയുന്നത് ഈ കാട്ടുമൃഗങ്ങളാണ്. അല്ലാതെ വിലക്കയറ്റമോ ക്രമസമാധാന പ്രശ്നമോ ഭരണരംഗത്തെ തകർച്ചയോ ഒന്നുമല്ല. ഈ കാട്ടുമൃഗങ്ങളാണ്. ഈ കുറച്ച് കാട്ടാനകളും ചില ഇടയ്ക്കിടയ്ക്ക് കടുവകളും കാട്ടുപന്നികളും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ പ്രശ്നമാണ്. അത് നിലമ്പൂരിൽ പ്രത്യേകിച്ച് സംഭവിക്കുന്നത് അവിടുത്തെ മലയോര പ്രദേശങ്ങളിലാണ്. ആ മലയോര പ്രദേശങ്ങളിൽ കൂടുതലുള്ളത് ക്രിസ്ത്യാനികളാണ്, നസ്രാണികൾ. അവരാണ് ഈ കാട്ടുമൃഗങ്ങളുടെ ഈ ആക്രമണം മൂലമുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഏറ്റവും ഗുരുതരമായിട്ട് നേരിടുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിന്, അല്ലെങ്കിൽ അത് ദേശീയ തലത്തിൽ ഉന്നയിക്കാവുന്ന തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മലയോര പ്രദേശത്തു നിന്നുള്ള, നിലമ്പൂരിലെ മലയോര മേഖലയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുകയും MLA ആവുകയും ചെയ്യണം. അപ്പോഴേ അത് ശരിയാവത്തുള്ളൂ. കാട്ടുമൃഗങ്ങൾ അങ്ങനെയാണ്. അവർ ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ നോക്കും ക്രിസ്ത്യാനികളുടെ കൃഷിഭൂമി ഏതാ, അവരുടെ വീടും സ്ഥലവും ഒക്കെ ഏതാ. അപ്പൊ ക്രിസ്ത്യാനികളെ നോക്കിയാണ് ഈ കാട്ടുമൃഗങ്ങൾ അവരുടെ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ പ്രശ്നം നേരിടുന്ന ഒരു കൂട്ടരാണ് ആ ഭാഗത്തെ കുടിയേറ്റ ക്രൈസ്തവര്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അൻവർ സാഹിബ് പറഞ്ഞത് നിലമ്പൂരിൽ മലയോര പ്രദേശത്തു നിന്നുള്ള ഒരു ക്രിസ്ത്യൻ MLA, അത് VS ജോയി, അദ്ദേഹം തന്നെ MLA ആയാലാണ് കാര്യങ്ങൾ സുമാറാവുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അപ്പോൾ കോൺഗ്രസിന് നേരിടാവുന്ന ഒരു വലിയ കീറാമുട്ടി, ഒരു പ്രശ്നം അദ്ദേഹം നേരത്തെ തന്നെ പരിഹരിച്ച് കോൺഗ്രസിന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അതനുസരിച്ച് അവരങ്ങ് തീരുമാനങ്ങൾ എടുത്താൽ മതി. ഇതോടൊപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരായി ആര്യാടൻ ഷൗക്കത്ത്? ആര്യാടന്റെ മകനാണെന്നറിയാം, ചില സിനിമയൊക്കെ എടുത്തിട്ടുണ്ടെന്നറിയാം. അതല്ലാതെ ഈ ആര്യാടൻ ഷൗക്കത്ത് ആരാണ്? ഷൗക്കത്തോടെ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു, ഒരു തവണ മത്സരിച്ചിട്ടുള്ള ആളാണ്. ഒരു സിനിമാ നിർമ്മാതാവ് എന്ന നിലയിലും അദ്ദേഹത്തെ അറിയും. പക്ഷെ അപ്പോഴും നമ്മുടെ അൻവർ സാഹിബ് ചോദിക്കുന്നു, ആരാണ് ഈ ഷൗക്കത്ത്? പിന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ പ്രസ്താവനയിൽ, പത്രസമ്മേളനത്തിൽ എന്നെ ഹഠാത് ആകർഷിച്ചത് ഇതൊന്നുമല്ല. അദ്ദേഹം നമ്മുടെ VD സതീശനോട് മാപ്പ് ചോദിച്ചതാണ്.
പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിനെതിരായിട്ട് നിയമസഭയിൽ അദ്ദേഹം ഒരു കടാകടിയൻ, ഒരു ഗംഭീര ആരോപണം ഉന്നയിച്ചത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഒരു 100 കോടി രൂപയുടെ കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ട അത് സതീശിന് വേണ്ടി കർണാടകയിൽ നിന്ന് വന്നതാ. ചാവക്കാടോ ചേറ്റുവയിലോ എവിടെയോ കടൽ തീരത്ത് അടുക്കുന്നു, കടപ്പുറത്ത് എത്തുന്നു. അത് ഈ മത്സ്യം കയറ്റുന്ന റെഫ്രിജറേറ്റഡ് വാനിലോ ലോറിയിലോ ആണ് കൊണ്ടുവന്നത്. അതിനുശേഷം അത് മറ്റു വാഹനങ്ങളിൽ കയറ്റി കൊണ്ടുപോകുന്നു. കേരളം സ്തംഭിച്ചുപോയ ഒരു അഴിമതി ആരോപണമായിരുന്നു വി.ഡി. സതീശനെ കുറിച്ച്. സതീശനെ ഇത്രയൊന്നും ആരും അന്ന് കരുതിയിരുന്നില്ല. 100 കോടി രൂപയുടെ കള്ളപ്പണമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ആരും കരുതിയിരുന്നല്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹം അതിന്റെ പേരിൽ സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പി ശശി പറഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞത്, പൊളിറ്റിക്കൽ സെക്രട്ടറി. അതുപോലെ കോൺഗ്രസിനെതിരായിട്ട് മറ്റു ചില ആരോപണങ്ങളൊക്കെ പറഞ്ഞത് മറ്റു ചില CPM നേതാക്കൾ പറഞ്ഞിട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു MLA പി ശശി പറഞ്ഞ ഉടനെ വി.ഡി. സതീശനെ പോലുള്ള ഒരാൾക്കെതിരായിട്ട് ഇതുപോലുള്ള ആരോപണം ഉന്നയിക്കുമോ? ഇതാരോടാ ഇതായി പറയുന്നത്? ആരോടാ മാപ്പ് ചോദിക്കുന്നത്? വി.ഡി. സതീശൻ മാപ്പ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടത് അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇത് മറക്കുമോ? സതീശനെ പോലുള്ള ഒരാൾക്കെതിരായിട്ട് ഇതുപോലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ട് ഇപ്പോൾ മാപ്പ് ചോദിക്കുന്നത് എങ്ങനെയാണത് മറക്കാൻ സാധിക്കുക? അത് ഇപ്പൊ പറയുന്ന നിലമ്പൂര് മത്സരിക്കുന്നില്ലെന്നാ. പക്ഷെ അദ്ദേഹം ചെന്നിടത്തൊക്കെ ഒരു രാജ്യസഭാ സീറ്റ് ചോദിക്കുന്നുണ്ട്. DMKയോട് ചോദിച്ചെന്നാണ് നമ്മൾ കേട്ടത്. ഇപ്പൊ കൽക്കട്ടയില് തൃണമൂൽ കോൺഗ്രസിനോട് ഒരു സീറ്റ് ചോദിച്ചിട്ടുണ്ട് രാജ്യസഭയിലേക്ക് പോകാൻ. അതായത് പശ്ചിമ ബംഗാളിൽ നിന്ന്. തൃശ്ശൂർ പൂരം നടക്കുന്ന ദിവസം ഒരു ബാറിൽ ഒരാൾ കയറി, ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ അയാൾ ബിയർ ചോദിച്ചു. ബിയർ കൊണ്ടുവന്നപ്പോൾ അതിന് ലേബലില്ല. ലേബലൊക്കെ പോയിരിക്കുക. അതൊന്നും ഒറിജിനൽ ബിയർ ഒന്നും അല്ല, എന്തോ ബിയർ എന്ന പേരിൽ എന്തോ തന്നിരിക്കുക. അപ്പോൾ ഈ കസ്റ്റമർ ചോദിച്ചു, എന്താടേ ഈ ബിയറിന് ലേബലൊന്നും ഇല്ലേടി എന്ന് ചോദിച്ചെന്നെ അയാൾ പറഞ്ഞു, പൂരത്തിന് ബിയറില് ലേബലാ എന്ന് പറഞ്ഞ പോലെ PV അൻവറിന് രാജ്യസഭാ സീറ്റ് എവിടുന്ന്? പശ്ചിമ ബംഗാളിൽ നിന്ന്. ആര് കൊടുക്കണം? മമതാ ബാനർജി. നല്ല കാര്യം.